ഫേസ് ഒക്കെ കഴുകിയിട്ട് ഐസ് വാട്ടറിൽ മുഖം മുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ മുക്കിയപ്പോഴൊക്കെ ജലദോഷം വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ മടിയായതുകൊണ്ട് ടിഷ്യൂ പേപ്പർ നനച്ചിട്ട് ഐസ് വാട്ടറിൽ നനച്ചിട്ട് മുഖത്ത് വെക്കാട്ടോ ചെയ്യണേ. ഒരു ഫേസ് ടൈറ്റനിങ് അതാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ഫേസ് ഒന്ന് ടൈറ്റ് ആയ മട്ടുണ്ടാവും സ്കിന്ന്. അപ്പോൾ അതൊക്കെ ചെയ്ത് കുറച്ച് ലിപ് ബാം ഇട്ടുണ്ട്. ഞാൻ നേരെ അടുക്കളപ്പണിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിന്ന് സോയാബീൻ കറി ആട്ടോ വയ്ക്കുന്നത്. അപ്പോൾ എന്നോട് റെസിപ്പി ചോദിച്ചായിരുന്നു. ഞാൻ ലഞ്ച് ബോക്സ് സീരിയസ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് റെസിപ്പി ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോയാബീൻ ഞാൻ ഇങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തു കേട്ടോ. ഒരു 10 മിനിറ്റോളം ഞാൻ നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ ഇട്ടേക്കും. എന്നിട്ട് സാധാ വെള്ളത്തിലിട്ട് ഇട്ടിട്ട് ഇതിങ്ങനെ പിഴിഞ്ഞെടുത്ത് വേറൊരു പാത്രത്തിലിട്ട് ഞാൻ മാറ്റുക കേട്ടോ ചെയ്യണത്. അപ്പോൾ അതിനകത്തുള്ള ഇങ്ങനെ ഒരു പത പോലത്തെ ഒരു ഇതുണ്ടല്ലോ, അതോടെ അങ്ങോട്ട് മാറി കിട്ടും. അങ്ങനെ പിഴിഞ്ഞതെടുത്ത് വേറൊരു പാത്രത്തിലിട്ടിട്ട് ആ പാത്രത്തിലിട്ട് ഞാൻ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചീഞ്ചട്ടിയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. വറുത്തിട്ടാണ് ഞാൻ റോസ്റ്റ് ഉണ്ടാക്കാറ്. നേരത്തെ ഞാൻ വറുക്കാതെ ഉണ്ടാക്കിയപ്പോൾ ഒരു പ്രാവശ്യം ശരിയായിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ വറുത്തിട്ട് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് വറുത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വറുക്കാൻ നേരത്തെ വേണമെങ്കിൽ സൺഫ്ലവർ ഒഴിക്കാം കേട്ടോ. കാരണം ഈ സോയാബീൻ നന്നായിട്ട് ഇതിങ്ങനെ സക്ക് ചെയ്തെടുക്കും വെളിച്ചെണ്ണ. അങ്ങനെ ഞാൻ പിന്നെ റോസ്റ്റ് ചെയ്യാനുള്ള സവാളയൊക്കെ വാട്ടാൻ നിന്നു. ഇപ്പൊ വാങ്ങിയ സവാളയുടെ എല്ലാത്തിൻ്റെയും ഓരോ ഉള്ളിലെ ലെയറുകൾ ഇങ്ങനെ ചീഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഓരോ ലെയർ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞ് സവാളയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും സോയാബീൻ എല്ലാ സെറ്റും വറുത്തെടുത്തിട്ടുണ്ടായി. പിന്നെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയാട്ടോ ഈ ചതച്ചിട്ട് വെളിച്ചെണ്ണയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് സോയാബീൻ വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ഇട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് അതിനകത്തിട്ട് സവാള ഇട്ട് വാട്ടി കൊടുക്കട്ടെയാണ്. നമ്മൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ സവാള ഇത്ര വാട്ടണ്ട. പക്ഷെ അല്ലാതെ വെക്കണാറുണ്ട് സവാള നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രമായിട്ട് നമ്മൾ പൊടികൾ ഇടാൻ പാടുള്ളൂ. ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പുട്ടൊന്ന് നനച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പൊടികളായിട്ട് ഇടുന്നത് ഗരം മസാലയും മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടി കേട്ടോ. ഞാൻ മല്ലിപ്പൊടി തീരെ യൂസ് ചെയ്യാത്ത ആളാണ് കേട്ടോ. പിന്നെ ആ പൊടിമണം ഒന്ന് മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എണ്ണ തെളിയാൻ വെച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണ തെളിഞ്ഞു എന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ആ ചാറ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് വെറും മുളക് ചാറായിരിക്കും. അതുകൊണ്ട് ഞാൻ അധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഒരു റോസ്റ്റ് ആക്കി എടുക്കണം. ഈ സോയ ചങ്ക്സ് പിന്നെയും വെള്ളം വലിക്കൂട്ടോ അതിൻ്റെ ഉള്ളിട്ടിടുമ്പോൾ. അതുകൊണ്ട് അതൊന്നും വറ്റി വരണ വരെ ഞാൻ ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മാറ്റിക്കൊണ്ട് പിന്നെ ചായ ഉണ്ടാക്കുന്നുണ്ട്. ത്രിലോകിനുള്ളത് ബൂസ്റ്റ് മാറ്റി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിലായിട്ട് ഞാൻ ചായപ്പൊടി ഇട്ടെടുക്കാം കേട്ടോ. ഞാനൊരു 1/2 ഗ്ലാസ് ചായ ആയിട്ട് കുടിക്കാറുള്ളൂ. ചായ കുടിക്കുന്നത് എനിക്ക് വലിയ താല്പര്യം ഇല്ല. അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ ബിബി ഇട്ടിട്ടുണ്ട്. ബിബിക്കാണ് മെയിനായിട്ട് ചായ വെച്ചത്. ഈ കപ്പ് ഞാൻ എനിക്ക് വാങ്ങിയതാണെങ്കിലും ഉണ്ടല്ലോ, ഞാൻ ഇതിനകത്ത് ചായ കുടിക്കാറില്ല. അപ്പം ബിബിക്ക് ഇതിനകത്ത് ചായ വേണമെന്നാണ് താല്പര്യം. അപ്പം പിന്നെ അത് കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ നേരെ ഞാൻ പുറത്തു പോയിരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് മഴക്കാറൊക്കെ വെച്ചിട്ടുണ്ടാകുന്ന ഒരു തണുത്ത കാലാവസ്ഥ ഉണ്ടല്ലോ, അതായതുകൊണ്ട് കുറച്ചു നേരം അവിടേക്ക് നിന്നിട്ട് നേരെ അടുക്കളപ്പണിയിലിട്ട് പിന്നെയും തിരിച്ചു വന്നു. ഞാൻ 1 ഗ്ലാസ് ചായ എടുത്ത് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്റ്റീമറിലിട്ട് ഒരു മുട്ട ഇട്ട് കൊടുത്തു. പിന്നെ മുകളിൽ ഞാൻ പുട്ട് കേട്ടോ വെച്ചു കൊടുത്തത്. ഞാൻ പുട്ട് ഇങ്ങനെ കുറ്റിയിൽ ചൂടാറില്ല കേട്ടോ. അത് കുറേ സമയവും പോവും. മാത്രമല്ല എൻ്റെ കയ്യിൽ അതില്ല. അപ്പൊ പിന്നെ നേരെ നമ്മൾ പാത്രം കഴുകാൻ നടന്നു. 2-3 പാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതും കഴുകിയിട്ട് ഞാൻ ത്രിലോകിനെ ലഞ്ചാക്കി കേട്ടോ. ത്രിലോകിനെ ലഞ്ചാക്കി. ത്രിലോക് പകുതി റെഡി ആയിട്ടുണ്ടായിരുന്നു. ബാക്കി പകുതി ഞാനോട് റെഡിയാക്കി കൊടുത്തിട്ടോ. ബെൽറ്റ് ഇട്ട് കൊടുക്കുക, ID കാർഡ് ഇട്ട് കൊടുക്കുക. ഇനി ത്രിലോകിന്റെ മുടി ഒന്ന് ഈരി സെറ്റാക്കണം. കാരണം നടുവിലെ തന്നെ ആള് വെട്ടിക്കളഞ്ഞേക്കാണല്ലോ. അതുകൊണ്ട് ഈരി ഇങ്ങനെ വച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സെറ്റൊക്കെ കഴിഞ്ഞിട്ട് ആൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നല്ല മഴ അങ്ങോട്ട് പെയ്തിട്ടുണ്ടായിരുന്നു. ആ മഴക്കാറുണ്ടല്ലോ അത് അപ്പടി അങ്ങോട്ട് ഊർന്നു കയറുന്ന പോലെ പെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യം ഇറങ്ങണ ടൈം ആയിപ്പോട്ടോ. പിന്നെ ഇവർ രണ്ടുപേരും കോട്ടൊക്കെ എടുത്തു. ത്രിലോകിന് ഈ കോട്ടായിട്ട് ഇട്ട് കൊടുത്തത്. അതാവുമ്പോൾ പെട്ടെന്ന് ഇടവും ചെയ്യാം ഊരുകയും ചെയ്യാം. അങ്ങനെ അവർ പോയിട്ടുണ്ട്. നല്ല മഴയും കിട്ടി. അപ്പൊ ഇന്നത്തെ കേസ്